ലാഭനഷ്ടക്കണക്കുകൾ ഉയർന്നു കേൾക്കുന്ന ബിസിനസ് ലോകത്ത് പലപ്പോഴും ബിസിനസ്സുകാരന്മാരുടെ ജൈത്രയാത്രകളാണ് ചർച്ചയാവാറുള്ളത്. എല്ലാ റിസ്കുകളും ഏറ്റെടുത്ത് പൊരുതി ജയിച്ച ബിസിനസ്സുകാരികൾ എണ്ണത്തിൽ തുലോം കുറവായതുകൊണ്ടായിരിക്കാം ഇത്. ബിസിനസ് ലോകത്തെ സാമ്രാജ്യം സ്ത്രീകളുടേത് കൂടിയെന്ന് തെളിയിച്ച അസാമാന്യ പ്രതിഭയാണ് മല്ലിക ശ്രീനിവാസൻ. ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ മാതൃക. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ട്രാക്ടർ റാണി. ആഗോള ബിസിനസ് ലോകത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീരത്നമാണ് മല്ലിക ശ്രീനിവാസൻ എന്ന 64കാരി. ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ട്രാക്ടർ നിർമ്മാതാവായ മല്ലികയുടെ ആസ്തി ഇന്ന് ഏകദേശം 23,000 കോടിയിലധികം രൂപയാണ്. കോടീശ്വരനായ വേണു ശ്രീനിവാസന്റെ പത്നിയായിട്ടുകൂടി ഭർത്താവിന്റെ തണലിൽ നിന്ന് മാറി സ്വന്തം റിസ്കിൽ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത കഥയാണ് മല്ലികയുടേത്. ട്രാക്ടേഴ്സ് ആൻഡ് ഫാം എക്യുപ്മെന്റ്സ് ലിമിറ്റഡിന്റെ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള മല്ലികയുടെ യാത്ര അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. 1959 മദ്രാസിലാണ് മല്ലികയുടെ ജനനം. പഠനത്തിൽ മിടുക്കിയായിരുന്നു അവർ. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയ മല്ലിക പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ വാൾട്ടൺ സ്കൂളിൽ നിന്ന് MBA എടുത്തു. 1986 അവർ S അനന്തരാമകൃഷ്ണൻ സ്ഥാപിച്ച കുടുംബ ബിസിനസ്സിലേക്ക് കടന്നു. കമ്പനിയിൽ അവർ നടപ്പിലാക്കിയ പരിവർത്തനങ്ങൾ കമ്പനിയെ ഉന്നതിയിലെത്തിച്ചു. 2018 ഫോർച്യൂൺ ഇന്ത്യയുടെ രാജ്യത്തെ ശക്തരായ വനിതകളിൽ 5ാം സ്ഥാനത്തെത്തിയ മല്ലികയ്ക്ക് ഇന്ത്യയിലെ ബിസിനസ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് നിരവധി വർഷങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. ട്രാക്ടർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, മദ്രാസ് ചേംബർ ഓഫ് കൊമേഴ്സ് തുടങ്ങിയ വിവിധ വ്യവസായ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് തുടങ്ങിയ വ്യവസായ സ്ഥാപനങ്ങളിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ബിസിനസ്സിലേക്ക് ഇറങ്ങി തൻ്റെതായ ലോകം വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരു പ്രചോദനമാണ് മല്ലിക ശ്രീനിവാസൻ.